Hi all and welcome back to Ziyas recipes. അപ്പം ഇന്നിവിടെ കപ്പ വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കപ്പ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ചിക്കൻ യൂസ് ചെയ്തിട്ട് ഒരു കപ്പ കട്ട്ലറ്റിൻ്റെ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ചിക്കനൊന്നും ഇല്ലാതെ ഒള്ളി കപ്പ വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നങ്ങ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 400 ഗ്രാം പുഴുങ്ങിയ കപ്പയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കപ്പ കാര്യമായിട്ട് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഒരു ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാനിത് പുഴുങ്ങിയെടുത്തത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ വേണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. ഒരു 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു കോൺഫ്ലോറിനെക്കാളും ഏറ്റവും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണെന്ന്. അപ്പോൾ ബ്രെഡ് ക്രംസ് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് വേണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ സാധാരണ കട്ട്ലേറ്റിനൊക്കെ തയ്യാറാക്കുന്ന പോലെ സർക്കിളിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ തയ്യാറാക്കുന്നേക്കാളും സിമ്പിളായിട്ട് നമുക്ക് കപ്പ വെച്ച് തയ്യാറാക്കാൻ കഴിയും. കാരണം ഉരുളക്കിഴങ്ങ് പോലെ അങ്ങ് ലൂസല്ല, കപ്പ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ആയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണ് നല്ലത്. ബോൾസ് പോലെ തയ്യാറാക്കുന്നേക്കാളും കുറച്ചും കൂടി കഴിക്കാനൊക്കെ സുഖം ഇതുപോലെ ഫ്ലാറ്റാക്കി തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള എഗ്ഗ് മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടാണ്. അപ്പോൾ അതിന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോ കട്ട്ലേറ്റും ഇതുപോലെ മൈദപ്പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് ഞാനിത് എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗിൻ്റെ മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്യുക. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. പിന്നെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാനിലേക്ക് അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇടാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 സൈഡ് ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഞാനിത് ഏകദേശം ഈ ഒരു കളറിലാണ് കോരി മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി കപ്പ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വൈറ്റ് സോസും അല്ലെങ്കിൽ കെച്ചപ്പും കൂട്ടി കഴിക്കുക. അല്ലാതെ ഇങ്ങനെ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതൊരു മൈദൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ.
അങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ മാവും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം.